അങ്ങനെ ഇന്ന് തൃക്കേട്ട എന്നത്തെയും പോലെ തന്നെ രാവിലെ തന്നെ ഞാൻ പൂടാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിള്ളേരുള്ളതുകൊണ്ട് കളമൊക്കെ നല്ല കുളമാക്കി ഇട്ടേക്ക്, അതൊക്കെ ഒന്ന് വൃത്തിയാക്കി മുറ്റത്തുള്ള പൂക്കളൊക്കെ തന്നെ എടുത്തെടുത്തേ. ഇന്ന് നമ്മുടെ മുറ്റത്ത് എന്നത്തേനേക്കാൾ പൂക്കളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മുക്കൂറ്റിയും തുമ്പയും വെച്ച് കൊടുത്ത്, പിന്നെ നമ്മുടെ കാട്ടുകലംകൊട്ടി ഉണ്ടല്ലോ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ അങ്ങനെ നിർത്തി കൊടുത്തേ. ഇന്നത്തെ പൂക്കളം ഏതാണ്ട് ഇത്രയായപ്പം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഈ കുഞ്ഞു പൂവിൻ്റെ നിറവൊക്കെ എന്തോ നല്ലൊരു ഭംഗി പോലെ. അടുത്ത് നമ്മുടെ കാക്കാത്തിപ്പൂവാണ് കേട്ടോ. ഇവളും ഒരു സുന്ദരി തന്നെ. അങ്ങനെ ഇവളെ ഇങ്ങനെ നിരത്തി ഈ റൗണ്ടും പൂർത്തിയായി കഴിഞ്ഞപ്പം എന്തോ ഇത്രയായപ്പോഴും വല്ലാത്തൊരു ഭംഗി എനിക്ക് ഇന്നത്തെ അത്തപ്പൂക്കളത്തിന് തോന്നി. അടുത്തത് നമ്മുടെ മുറ്റത്ത് തന്നെ നിന്ന ബന്ദിയാണ് കേട്ടോ. ഞാനൊരു പൂ പോലും പറിക്കാൻ നിർത്തിയ ബന്ദിയായിരുന്നു കേട്ടോ. ഇന്ന് പിന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ച് പൂക്കൾ എടുത്തിട്ടുണ്ട്, അതും കൂടി നമ്മുടെ അത്തപ്പൂക്കളത്തിൽ അങ്ങ് വെച്ച് കൊടുത്തേ. ഇനി അടുത്തതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റോസ് മാങ്ങാനാറിയാണ് കേട്ടോ. അവരേതാണ് ഞാൻ ഇതിൽ റെക്കാർഡ് ഇതേപോലെ അടുക്കി അങ്ങ് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വീട് പണി നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ സാധനങ്ങൾ കൊണ്ട് നടക്കുന്ന ശബ്ദമാണ് ഇടയ്ക്ക് തട്ടലും മുട്ടലും ഒക്കെ ആയിട്ട് കേൾക്കുന്നത്. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം. അടുത്ത് ഞാൻ വാഴപ്പൂവാണ് വെച്ച് കൊടുത്തത് കേട്ടോ. ഈ വാഴപ്പൂവിനെ കാണാൻ വല്ലാത്തൊരു ഭംഗിയല്ലേ. അപ്പോൾ തന്നെ അതും ഞാൻ റൗണ്ട് വെച്ച് കൊടുത്തു കേട്ടോ. കുറച്ചധികം പൂവുള്ളത് കൊണ്ട് തന്നെ ഒന്ന് വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടി ഞാൻ ഓരോ ഇതിൽ കൂടി വെച്ച് കൊടുത്ത്. അപ്പം നല്ലൊരു പൂ വിരിഞ്ഞ ഒരു ഭംഗിയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. ഇത്രയാക്കി പൂക്കളം ഫിനിഷ് ചെയ്യാൻ തുടങ്ങിയതാണ് കേട്ടോ. പക്ഷേ അവിടെ ഇവിടെ നിന്ന് പൂക്കളും ഇലകളും ഒക്കെ പറിച്ചു കൊണ്ടുവന്നത് വെറുതെ കളയാനൊരു വിഷമമുള്ളതുകൊണ്ട് ഞാൻ ഇലകൾ കൂടി അങ്ങ് വെച്ച് കൊടുത്ത്. പകുതിയായപ്പോൾ ഞാൻ കൊണ്ടുവന്ന ഇലകൾ തീർന്നു പോയി കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഇലകളോട് പറിച്ചുകൊണ്ട് വന്നായിരുന്നേ. പിന്നെ നോക്കിയപ്പം ഞാൻ കൊണ്ടുവന്ന ഒരു വെള്ളപ്പൂവും വേസ്റ്റ് ആവാനിരിക്കുന്നത്. പിന്നെ ഞാൻ അതുകൂടി അങ്ങ് വെച്ച് കൊടുത്തേ. അങ്ങനെ ഇന്നത്തെ പൂക്കളം ഫിനിഷായി. എന്നത്തെയും പോലെ തന്നെ ഇന്നൊരു കുഞ്ഞു പൂക്കളമാണ്. അപ്പം എന്തായാലും ഇന്ന് നാളെ